ഒരുപക്ഷെ നമ്മൾ അപ്സ്റ്റോക്സിന്റെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ട്രേഡ് ചെയ്യുന്നവരും ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പൊ ഈ ഒരു പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആർക്കാണ് അനുയോജ്യം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ പ്ലസ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്, അപ്ഗ്രേഡ് ടു പ്ലസ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇത് എന്താണ് പ്ലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അപ്സ്റ്റോക്സ് പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് റെഡി ഫോർ VIP എക്സ്പീരിയൻസ്. അപ്പൊ അത് ഡോണ്ട് മിസ് ഔട്ട് ലാക്സ് ഓഫ് ട്രേഡേഴ്സ് ഹാവ് അപ്ഗ്രേഡഡ് ടു അപ്സ്റ്റോക്സ് പ്ലസ്. അതായത് ട്രേഡേഴ്സ് ആണ് അപ്ഗ്രേഡഡ് ടു അപ്സ്റ്റോക്സ് പ്ലസ്, അവർ തന്നെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഫോറക്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺസ്, അതായത് നേരത്തെ പ്ലസിൽ 20 സോൺസ് ഉണ്ട്, ബേസിക്സിലാണെങ്കിൽ 5 സോൺസ് ആണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉള്ളൂ. അപ്പൊ അതിന്റെ 4 ഇരട്ടി ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺസ് പ്ലസ് വേഷനിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് വാച്ച് ലിസ്റ്റ്. പ്ലസ് വേഷനിൽ 20 വാച്ച് ലിസ്റ്റ് വരെ ആഡ് ചെയ്യാം. അതേ സമയത്ത് നമുക്ക് ബേസിക്കലാണെങ്കിൽ 10 വാച്ച് ലിസ്റ്റ് ആണ് പറ്റുള്ളൂ. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന് അടുത്ത മേജർ ആയിട്ടൊരു വേരിയേഷൻ ആണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി. അതായത് 20 രൂപ പെർ ഡേക്ക് നമുക്ക് 50K അധികം നമുക്ക് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി കിട്ടും. നേരത്തെ അത് 40K ആയിരുന്നു ലിമിറ്റഡ്. അപ്പൊ അവിടെ കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ട്, മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീറോ ഫണ്ട് ട്രാൻസ്ഫർ ചാർജ്, നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്ന സമയത്തും വിഡ്രോ ചെയ്യുന്ന സമയത്തും പ്ലസിൽ 0 ആണ് ചാർജ്. അതേ സമയത്ത് ബേസിക്കലാണെങ്കിൽ വിഡ്രോ ചെയ്യുന്ന സമയത്ത് 20ഉം ഫണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് 7 രൂപയും നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഇവർ ഈടാക്കുന്നുണ്ടായിരുന്നു. നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും മേജർ ആയിട്ട് വന്ന ഡിഫറൻസ്, അഡ്വാൻസ്ഡ് ഫ്യൂച്ചേഴ്സ് വന്നു, സ്പെഷ്യൽ റേറ്റ്സ് വന്നു, പ്രയോറിറ്റി ഉണ്ടായി. നമുക്ക് താഴോട്ട് പോകുമ്പോഴത്തേനും 1 by 1 ആയിട്ട് പ്ലസ് ബേസിക് ഇതിന്റെ കമ്പാരിസൺ കാണാൻ സാധിക്കും. വൺ ടാപ്പ് ട്രേഡ് അൺലിമിറ്റഡ് ആക്സസ് വന്നു പ്ലസിൽ. 20 ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺസ് അൺലിമിറ്റഡ് ആക്സസ് കൂടുതലായി. അതുപോലെ തന്നെ TBT ഇൻസൈറ്റ് ഓൺ മാർക്കറ്റ് ഓർഡേഴ്സ് അൺലിമിറ്റഡ് ആക്സസ്. 1 സെക്കൻഡ് ടൈം ഫ്രെയിം, ഏറ്റവും ചെറിയ ടൈം ഫ്രെയിം വന്നു, ബേസിക്കലി അതില്ല. ടർബോ സ്പീഡ് മാർക്കറ്റ് ഡേറ്റ, അതും പ്ലസിൽ വന്നു. ഓർഡർ വിയ അവർ ഡെഡിക്കേറ്റഡ് ലൈൻസ്, പ്രയോറിറ്റി കസ്റ്റമർ സപ്പോർട്ട്, അപ്ലൈൻഡ് ക്രെഡിറ്റ്സ്, ട്രേഡിംഗ് ഇൻസൈറ്റ്, അൺലൈറ്റഡ് ഇൻസൈറ്റ് ഉണ്ട്. ബേസിക്കലാണെങ്കിൽ 2 ഇൻസൈറ്റ് മാത്രമേ ഉള്ളൂ. പ്രൈസ് അലേർട്ട് 500 ആയിരുന്നു, ബേസിക്കലി വെറും 100 ഉണ്ടായിരുന്നുള്ളൂ. വാച്ച് ലിസ്റ്റ് 20 വാച്ച് ലിസ്റ്റ് ആയി, 10 വാച്ച് ലിസ്റ്റേ ഉള്ളൂ. ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്തു. വെബ് സോക്കറ്റ് 5, ബേസിക്കലി 2 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ OHLC ഫോർ എക്സ്പീരിയൻസ്ഡ് കോൺട്രാക്ട്, ഡെപ്ത് 30 ഫോർ 50 സിമ്പിൾസ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് പ്ലസിൽ കൂടുതലായിട്ട് വന്നു. സ്പെഷ്യൽ റേറ്റ്സ്, നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ ചാർജ് 0 ആണ്, ബട്ട് ബേസിക്കലി എത്രയാണ്, 7 രൂപയാണ് പെർ ട്രാൻസാക്ഷൻ. വിഡ്രോവൽ ടൈമിൽ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പൈസ വിഡ്രോ ചെയ്യുന്ന സമയത്ത് പ്ലസിൽ 0 ആണ്, ബേസിക്കലി എത്രയാണ്, 20 രൂപ പെർ ട്രാൻസാക്ഷൻ വെച്ച് കൊടുക്കണം. അപ്പം സ്ട്രാറ്റജി ബിൽഡർ ഓർ ആൻഡ്രോയിഡ് ഓൺലി, സ്ട്രാറ്റജി ബിൽഡർ അപ്സ്റ്റോക്സിന്റെ സ്ട്രാറ്റജി ബിൽഡർ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഒരു ഇവിടെ 2 ലെഗ് ഉപയോഗിച്ച് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് 20 രൂപ വെച്ച് 2 ബേസിക് പ്ലാനിലാണെങ്കിൽ 40 രൂപ ഈടാക്കുമായിരുന്നു. പക്ഷേ പ്ലസ് പ്ലാനിലേക്ക് വരുമ്പോഴത്തേന് 30 രൂപയാണ് ബ്രോക്കറേജ് വരുള്ളൂ. അവിടെ 25% ബ്രോക്കറേജിൽ ലാഭം വന്നിട്ടുണ്ട്. അതേസമയത്ത് 4 ലെഗ്സ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഓരോ ലെഗിനും ബേസിക് പ്ലാനിൽ 20 രൂപ വെച്ച് 80 രൂപ കൊടുക്കണമായിരുന്നു. പ്ലസ് പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും 60 രൂപ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഒരു 20 രൂപ ഡിസ്കൗണ്ട് വരും, 25% ലെസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ MTF ഇൻട്രസ്റ്റ്, അത് നമുക്ക് പറഞ്ഞു. MTF ഇൻട്രസ്റ്റ് 20, നമുക്ക് കുറച്ചും കൂടെ അതിന്റെ ലിമിറ്റ് കൂടി 50K ബോറോഡ് അപ് ടു 1 lakh വരെയാണ് 20 rupees പെർ ഡേ എന്നുള്ളത് ആയത്. അതുപോലെ തന്നെ മാർജിൻ പ്ലെഡ്ജ് ഇൻട്രസ്റ്റ് 16% ഉള്ളൂ പ്ലസ് വേഷനുള്ളവർക്ക്. ബേസിക് വേഷനുള്ളവർക്ക് 18% ഈടാക്കും. പ്ലെഡ്ജ്ഡ് ഇൻട്രസ്റ്റ്, മാർജിൻ പ്ലെഡ്ജ്ഡ് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജ് പ്ലസ്സിൽ 50 രൂപയാണ് വരുന്നുള്ളൂ, പക്ഷേ ബേസിക്കിൽ എന്താണ് 75 രൂപ ബേസിക്കിൽ കൊടുക്കണം. ഇക്വിറ്റി ഡെലിവറിയിൽ വരുന്ന ചാർജസ് നമുക്ക് 30 രൂപ പെർ ഓർഡർ അല്ലെങ്കിൽ 2.50 പെർ ഓർഡർ, അതാണ് ഈടാക്കുന്നത്. അല്ലെങ്കിൽ ബേസിക്കലാണെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 2.50. അപ്പൊ ഇവിടെ വേരിയേഷൻ കാണാം. എല്ലാത്തിനകത്തും 30 ആക്കിയിട്ടുണ്ട്. ഇക്വിറ്റി ഇൻട്രാഡേ, ഇക്വിറ്റി ഫ്യൂച്ചർ, ഇക്വിറ്റി ഓപ്ഷന്, കമ്മ്യൂണിറ്റി, കറൻസി, MTF ഓർഡർ എല്ലായിടത്തും 30 ആക്കിയിട്ടുണ്ട്. പ്ലസ് വേഷൻ ഉപയോഗിക്കുന്നവർക്ക്, ബേസിക് ഉപയോഗിക്കുന്നവർക്ക് 20 ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്ലസ് വേഷനിൽ ഒരുപാട് ഓപ്ഷൻസ് പുതിയതായിട്ട് വന്നു. പക്ഷേ അത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത് ബെനിഫിഷ്യൽ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്
മന്ത്ലിയിൽ 1, 2, 3, 4, 5 സ്റ്റോക്കുകൾ വാങ്ങി 1, 2, 3 മാസം ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ 5, 6 വർഷം ഹോൾഡ് ചെയ്ത് വിൽക്കുന്നവരെ സംബന്ധിച്ച് ഈ പ്ലസ് വേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ ബ്രോക്കറേജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നേരത്തെ 20 രൂപ ഓർഡർ ബൈ ചെയ്യാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ 30 രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് അധികം വാച്ച് ലിസ്റ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ചാർട്ട്സോ അങ്ങനെയുള്ള ഓപ്ഷൻസും അഡ്വാൻസ്ഡ് ഫ്യൂച്ചേഴ്സും ഒന്നും ആവശ്യമില്ല. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേസമയത്ത് ട്രേഡ് ചെയ്യാൻ വരുന്നവരെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ നമ്മൾ കണ്ടു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ സ്ട്രാറ്റജി ബിൽഡർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇവിടെ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് ട്രേഡിംഗ് നടത്തുന്നതാണ് ഒരു മന്ത്ലിയിൽ തന്നെ എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബ്രോക്കറേജ് ഡിസ്കൗണ്ട് വന്നുകൊണ്ടിരിക്കും 25% വെച്ച്. അപ്പൊ അത് നമുക്ക് ഒന്ന് PDF പോയി ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്തിട്ട് ആ കമ്പാരിസൺ മെട്രിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഇതിന്റെ അകത്ത് ഗുണം വരുന്നത് ആകെപ്പാടെ സ്റ്റാൻഡേർഡ് ബ്രോക്കറേജ് 20 രൂപ കൊടുത്ത് സ്റ്റോക്കുകൾ വാങ്ങുക, ഹോൾഡ് ചെയ്യുക, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് വിൽക്കുക. അത് മാത്രമാണ് ഇവിടെ വരുന്നുള്ളൂ. ബാക്കിയുള്ള F&O സ്ട്രാറ്റജി ബിൽഡറിന്റെ ആവശ്യമില്ല, ഓട്ടോ സ്ക്വയർ ഓഫ് അതിന്റെ ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്തു അങ്ങനെ ഓട്ടോ സ്ക്വയർ ഓഫ് ഒന്നും ആകാനുള്ള ചാൻസ് ഇല്ല. നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ ചാർജ്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു തവണ ഫണ്ട് ആഡ് ചെയ്തു, അത് സ്റ്റോക്ക് വാങ്ങി, എപ്പോഴും ഫണ്ട് ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മാർജിൻ പ്ലിഡ്ജും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മാർക്കറ്റ് ഡേറ്റ ഇൻസൈറ്റിന്റെ ആവശ്യമില്ല, അഡ്വാൻസ്ഡ് ചാർട്ടിന്റെ ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ആകെപ്പാടെ ആവശ്യമുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് 20 രൂപ പെർ ഓർഡർ ഏറ്റവും പൈസ കുറച്ച് ബ്രോക്കറേജ് കൊടുത്ത് ആ ഒരു ബേസിക് എന്ന പ്ലാനിൽ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേസമയത്ത് F&Oയിൽ വന്ന് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം ബെനിഫിഷ്യൽ ആണ്. F&Oയിൽ സ്ട്രാറ്റജി ബിൽഡർ 40 രൂപ പെർ സ്ട്രാറ്റജിയിൽ എടുക്കും. അതായത് 2 ലെഗ് ഉണ്ടെങ്കിൽ അത് 30 രൂപയായി മാറി 10 രൂപ ലാഭം വന്നു. അപ്പൊ F&Oയിൽ ട്രേഡ് ചെയ്യുന്നവർ വീണ്ടും പൊസിഷൻസ് എടുക്കുന്നവരായിരിക്കും. അപ്പം അവർക്ക് മൾട്ടിപ്പിൾ ടൈം ആ ഒരു ബ്രോക്കറേജ് ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ഓട്ടോ സ്ക്വയർ ഓഫ് ഫീസ് അത് വീണ്ടും ട്രേഡ് എടുക്കുന്ന സമയത്ത് ഓട്ടോ സ്ക്വയർ ഓഫ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ 25 രൂപ കുറവ് വന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും ഫണ്ട് ആഡ് ചെയ്യുന്നവരായിരിക്കാം, ഫണ്ട് വിഡ്രോ ചെയ്യുന്നവരായിരിക്കാം, അവർക്ക് വീണ്ടും അത് സൗജന്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ മാർജിൻ പ്ലെഡ്ജ് ഇൻട്രസ്റ്റ് അവർ പ്ലെഡ്ജ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരായിരിക്കും, അവർക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഫീഡ് അത് ടിക്ക് ബൈ ടിക്ക് ഓരോ പോയിന്റ് വഴി മാർക്കറ്റ് ഡേറ്റ കിട്ടാൻ തുടങ്ങി. അതും ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. അഡ്വാൻസ്ഡ് ചാർട്ട്സ് സ്റ്റാൻഡേർഡ് അപ് ടു 20 ഡിമാൻഡ് സപ്ലൈ ഇരട്ടി, അതായത് ഡിമാൻഡ് സോൺസ് എല്ലാം കിട്ടി. അതെല്ലാം നല്ല കാര്യമാണ് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഇനി കോസ്റ്റ് ഡിഫറൻസ് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാം. അത് സിംഗിൾ ആയിട്ട് സ്റ്റാൻഡേർഡ് ഓർഡർ ബ്രോക്കറേജ് കൊടുക്കുന്നവരാണെങ്കിൽ, അതായത് ഒരു 20 രൂപയാണ് അദ്ദേഹത്തിന് സിംഗിൾ ആയിട്ട് ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ടതുള്ളൂ ബേസിക് പ്ലാൻ ആണെങ്കിൽ. അപ്സ്റ്റോക്സ് പ്ലസ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങി ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നെങ്കിൽ 30 രൂപ ബ്രോക്കറേജ് കൊടുക്കണം. അതിന്റെ ആവശ്യമില്ല, നമുക്ക് 20 മതിയല്ലോ, നമുക്ക് 20 ബ്രോക്കറേജ് കൊടുത്താൽ മതി ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ. അതുപോലെ തന്നെ മൾട്ടി ലെഗ് ഓപ്ഷൻ സ്ട്രാറ്റജീസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ബേസിക് വേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് 40 രൂപ ബ്രോക്കറേജ് കൊടുക്കണം. അത് അപ്സ്റ്റോക്സ് പ്ലസ് വേഷൻ ആണെങ്കിൽ അവർ 30 രൂപ കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് നോർമൽ ഇൻവെസ്റ്റേഴ്സ് ഒരു 15 സ്റ്റോക്ക് ഒരു മാസത്തിൽ വാങ്ങിയെന്ന് വെച്ചോളുക. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ബേസിക് പ്ലാൻ ആണെങ്കിൽ 15 ഇൻറ്റു 20 തവണ അയാൾ വാങ്ങിയിട്ടുണ്ട്, അല്ല 15 തവണ വാങ്ങിയിട്ടുണ്ട് 20 രൂപ ബ്രോക്കറേജ് വെച്ച്. അങ്ങനെ വരുന്ന സമയത്ത് ടോട്ടലായിട്ട് 15 ഇൻറ്റു 20 300 രൂപയാണ് ഒരു മാസം ബ്രോക്കറേജ് വരുന്നത്. അതായത് 15 സ്റ്റോക്ക് 15 തവണ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണെങ്കിൽ 15 തവണ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 300 രൂപയാണ് ബേസിക് പ്ലാൻ ഉപയോഗിച്ചാണ് വാങ്ങുന്നതെങ്കിൽ ബ്രോക്കറേജ് വരുള്ളൂ. അതേസമയത്ത് പ്ലസ് പ്ലാൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് 450 രൂപ ബ്രോക്കറേജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് 150 രൂപ ബ്രോക്കറേജ് കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേസമയത്ത് ആക്റ്റീവ് F&O സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഒരു 40 മൾട്ടിലെഗ് സ്ട്രാറ്റജീസ് ഒരു മാസം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 40 ഇൻറ്റു 40, അപ്പം ടോട്ടൽ 1600 രൂപ ബ്രോക്കറേജ് ബേസിക് വേഷൻ ആണ് യൂസ് ചെയ്ത് ചെയ്യുന്നതെങ്കിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേസമയത്ത് പ്ലസ് വേഷൻ ആണെങ്കിൽ 40 ഇൻറ്റു 30 കൊടുത്താൽ മതി, 1200 രൂപ ബ്രോക്കറേജ് വരുള്ളൂ. അവിടെ 400 രൂപ നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പം ഇത് ആർക്കാണ് കൃത്യമായിട്ട് ഈ ബേസിക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതായത് സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ETF-ലും ഒക്കെ ഹോൾഡ് ചെയ്ത് കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സിനും അതായത് ഡയറക്ഷണലായിട്ട് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കും, അതായത് ഒത്തിരി ഫ്രീക്വൻസിയിൽ
എൻട്രി എടുക്കാത്തവരും ആണെങ്കിലും തീർച്ചയായിട്ടും ബേസിക് പ്ലാൻ തന്നെയാണ് ഏറ്റവും നല്ലത്. അവർക്ക് ടിക്ക് ബൈ ടിക്ക് ആയിട്ടുള്ള ഡേറ്റയുടെ ആവശ്യം ഇല്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു, സിമ്പിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ. ഇനി രണ്ടാമതാണ് അപ്സ്റ്റോക്സിന്റെ പ്ലസ് വേർഷൻ. അത് അഡ്വാൻസ്ഡ് ഫ്യൂച്ചേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അയറൺ കോൺട്രോ അല്ലെങ്കിൽ സ്ട്രാഡിലോ സ്ട്രാങ്കിളോ അങ്ങനെയുള്ള മെത്തേഡ്സ് സ്ട്രാറ്റജി ബിൽഡർ ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കൂടുതൽ ബ്രോക്കറേജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പെർ ലെഗിന് നമുക്ക് 20 രൂപ വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ 2 ലെഗൊക്കെ ഒന്നിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് 10 രൂപ വെച്ച് ഡിസ്കൗണ്ട് കിട്ടും. 25% ബ്രോക്കറേജ് കുറവുണ്ട്. അതുപോലെ തന്നെ ഫണ്ടുകൾ വീണ്ടും വീണ്ടും ആഡ് ചെയ്യുന്നു, ഫണ്ടുകൾ വീണ്ടും വീണ്ടും വിഡ്രോ ചെയ്യുന്നു. ആ ഒരു സമയത്തും നമുക്ക് ആ ഒരു ബ്രോക്കറേജിൽ ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ചാർട്ട് കിട്ടും, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഡേറ്റാസ് കിട്ടും. അപ്പൊ അതെല്ലാം അതിന് ഗുണമുണ്ട്. അപ്പൊ ഹൈ ഫ്രീക്വൻസി ഇൻട്രാഡേ ട്രേഡേഴ്സിനും ഈ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഹെവി മാർജിൻ ട്രേഡേഴ്സ് ആണ് എടുക്കുന്നത്, പ്ലെഡ്ജ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാർജിൻ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഈ ഒരു അപ്സ്റ്റോക്സ് പ്ലസിൽ കിട്ടും. അപ്പോൾ സമറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ നോർമലായിട്ട് സ്റ്റോക്കിലും ETF-കളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ബേസിക് പ്ലാൻ ആണ് ഏറ്റവും നല്ലത്. അതല്ല, കുറച്ച് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലസ് വേഷൻ എടുക്കാം. ഇനി ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്, ആക്റ്റീവായിട്ട് ട്രേഡും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അപ്സ്റ്റോക്സ് പ്ലസിലേക്ക് പോകാം. അതല്ല, ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് വല്ലപ്പോഴും ഓരോ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ബേസിക് പ്ലാൻ തന്നെയാണ് നല്ലത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അപ്സ്റ്റോക്സിൽ ഇത്രയും അഡ്വാൻസ്ഡ് ഫ്യൂച്ചേഴ്സ് ഉണ്ട് ഒരു ട്രേഡേഴ്സിന്. അപ്പൊ തീർച്ചയായിട്ടും അപ്സ്റ്റോക്സിന്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്സ്റ്റോക്സിന്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം വളരെ യൂസർ ഇന്റർഫേസും അഡ്വാൻസ്ഡ് ഫ്യൂച്ചേഴ്സും എല്ലാ കാറ്റഗറിയിലും തീംസ് ഇട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാ ഓപ്ഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡ്വാൻസ്ഡ് ഡിമാറ്റ് അക്കൗണ്ട് തന്നെയാണ് അപ്സ്റ്റോക്സ്. തീർച്ചയായിട്ടും അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പൊ ഈ ഒരു പറഞ്ഞ ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ശരിയായ വേഷൻ സെലക്ട് ചെയ്യുക. അപ്സ്റ്റോക്സ് പ്ലസ് വേണോ ബേസിക് വേണോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.